ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സൂചിക്കോതമ്പാണ്. സൂചിക്കോതമ്പ് ഞാൻ ഒരു ബൗൾ സൂചിക്കോതമ്പ് എടുത്തിട്ടുണ്ട്. ദലിയ എന്നും പറയും, അതിന് ദലിയ എന്നാണ് ഇവിടെ പറയണത്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് പരിപ്പ് ചേർക്കുന്നുണ്ട്. ചെറിയ നമ്മുടെ സാമ്പാർ പരിപ്പും പിന്നെ ചുമന്ന പരിപ്പിന് എന്താ മലയാളത്തിൽ പറയുന്നത് എനിക്കറിയത്തില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അതും പിന്നെ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഞാൻ പച്ചമട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഉണക്ക ഉണ്ടെങ്കിലും അത് കുതിർത്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഞാൻ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഒരു ശകലം കോളിഫ്ലവറാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു ക്യാപ്സിക്കം, പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ബീൻസ് ഉണ്ടെങ്കിൽ അത് ഇടാം, ബീൻസ്. പിന്നെ നമുക്ക് കിഴങ്ങ്, അതും കൂടെ ഇതിൻ്റെ അകത്ത് ചേർക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ അകത്ത് ബീൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇടാത്തത്. പിന്നെ കിഴങ്ങ് ചേർക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ നമുക്ക് ആദ്യമായിട്ട് ഇത് സൂചിക്കോതമ്പും പരിപ്പും കൂടെ നമുക്ക് നന്നായിട്ട് കഴുകി ഒരു 10 മിനിറ്റ് കുതിരാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ പിന്നെ വെജിറ്റബിൾസും അതെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു. പച്ചമുളക്, ഇഞ്ചി, പിന്നെ സവാള, കോളിഫ്ലവർ, ക്യാരറ്റ്, കിഴങ്ങ്, ക്യാപ്സിക്കം എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമ്മൾ നന്നായിട്ട് സൂചിക്കോമ്പ് ഇതും കൂടെ നന്നായിട്ട് കഴുകി പിന്നെ നമുക്കത് 10 മിനിറ്റ് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് നമ്മളൊരു കുക്കർ അടുപ്പ് വെച്ച് അതിൻ്റെ അകത്തിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എന്നാന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഒലിവ് ഓയിലോ നെയ്യോ വെളിച്ചെണ്ണ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തിട്ട് ജീരകം ഇട്ട് കൊടുക്കുക. ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക്, ജീരകം, പിന്നെ കടുക് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർ കടുക് ഉപയോഗിക്കാവുന്നതാണ്. കടുക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കടുക് ഇടാം, അല്ലെങ്കിൽ ജീരകം ഇഷ്ടമുണ്ടെങ്കിൽ ജീരകം ഇടാം. ഞാൻ ജീരകമാണ് ഇടുന്നത്. ജീരകം പയ്യൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ടൊരു ശകലം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശകലം കായപ്പൊടി, ഒരുപാട് വേണ്ട, ഒരു നുള്ളു മതി. ഒരു നുള്ളു കായപ്പൊടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. കായപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സവാളയും ഇഞ്ചിയും കൂടെ നമുക്ക് വഴറ്റാം. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ 2 തക്കാളിയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. തക്കാളി ശരിക്കൊന്ന് വഴന്ന് വരണം. വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒരു 1/2 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് ഇച്ചിരി വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം.
തക്കാളി നമ്മുടെ ശരിക്കും വഴന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുതിർത്താൻ വെച്ചിരിക്കുന്ന പരിപ്പും പിന്നെ സൂചി ഗോതമ്പും കൂടെ നമ്മൾ വെള്ളം ഊറ്റി അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയാൽ നമുക്ക് യോജിപ്പിക്കാം അതിൻ്റെ അകത്തോട്ട്. അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ച് 1 സീറ്റി അടിച്ച് കഴിഞ്ഞ് ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഒരു വിസിലും കൂടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അത് ഓഫ് ചെയ്യാം, ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു വിസിൽ വന്നു. ഒരു വിസിൽ വന്നു കഴിഞ്ഞ് ശകലം നേരം ഒരു 2 മിനിറ്റ് ഒന്ന് കുറച്ച് വയ്ക്കണം തീ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ വിസിലും കൂടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ തീ ഓഫ് ചെയ്തേക്കണം. ഇത് നന്നായിട്ട് അതിൻ്റെ എയറൊക്കെ പോയി കഴിഞ്ഞ് നമുക്ക് കുക്കർ തുറക്കാം. നല്ല രസമില്ല എന്നൊക്കെ കഴിക്കാൻ തോന്നുന്ന രീതി. കാണുമ്പോൾ തന്നെ നമുക്കത് കഴിക്കാൻ തോന്നും. ഉണ്ടോ? പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ഇച്ചിരി കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി വെള്ളം കൂടെ ലൂസായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി വെള്ളം കൂടെ അതിൻ്റെ അകത്ത് ഒഴിക്കണം എന്നുള്ളൂ, തിളപ്പിച്ച്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടം വെച്ചാൽ ഇങ്ങനെ കഴിക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.